ഹലോ മക്കളെ, അബ്ദുൾ സാറാണേ ജോലി നിന്ന്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ 9th സ്റ്റേറ്റ് ബയോളജിന്റെ അവസാനത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അടക്കാം നമ്മുടെ 6th ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം. അപ്പൊ ഇതിൽ ആദ്യം പഠിക്കേണ്ടത് നമ്മൾ അത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. 5 കിങ്ഡത്തില് നമ്മുടെ ഫസ്റ്റ് കിങ്ഡം ആയ മൊണീറയെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. ബാക്ടീരിയ എന്നും ആർക്കിയ എന്നും ഡിവൈഡ് ചെയ്തു. ആ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് പഠിക്കുക, കാൾ വൂസ്. അപ്പൊ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് കാൾ വൂസ്. അദ്ദേഹം കിങ്ഡം മൊണീറയെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു, കിങ്ഡം ബാക്ടീരിയ എന്നും കിങ്ഡം ആർക്കിയ എന്നും. അങ്ങനെ മൊത്തം 6 കിങ്ഡംസ് വന്നു. കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കെ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമാലിയ. ഇങ്ങനെ 6 കിങ്ഡങ്ങൾ നിലവിൽ വന്നു. അപ്പൊ ആദ്യം പഠിക്കണം നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാൾ വൂസ് കിങ്ഡം മൊണീറയെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിരുന്നത്. കാരണം കിങ്ഡം അത്രയും നാൾ വിചാരിച്ചിരുന്നത് കിങ്ഡം മൊണീറയിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവികളും ബാക്ടീരിയ ആണെന്ന. എന്നാൽ നമ്മുടെ കാൾ വൂസ് കണ്ടെത്തി എല്ലാവരും ബാക്ടീരിയ അല്ല, ചില മെമ്പേഴ്സ് ഈ കിങ്ഡം മൊണീറയിൽ വരുന്ന ചില ജീവികള് ബാക്ടീരിയ അല്ലാത്ത ജീവികളും ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കണ്ടെത്തൽ എന്ന് നിങ്ങൾ പഠിക്കണം. പിന്നീട് അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ കിങ്ഡത്തിന് മുകളിലായിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു, ഡൊമെയിൻ സിസ്റ്റം. 3 ഡൊമെയിൻ ആണ് കണ്ടുപിടിച്ച്. ഇനി നിലവിലുള്ള 3 ഡൊമെയിൻ ഉണ്ട്. അതാണ് ഡൊമെയിൻ ബാക്ടീരിയ, ഡൊമെയിൻ ആർക്കിയ, ഡൊമെയിൻ യുക്കാരിയ. അപ്പൊ മൊത്തം 3 ഡൊമെയിൻ, 6 കിങ്ഡം. മെയിൻ ആയിട്ട് വരുന്ന 3 ഡൊമെയിൻ ആണ് ഡൊമെയിൻ ബാക്ടീരിയ. ഡൊമെയിൻ ബാക്ടീരിയക്ക് അണ്ടറിൽ കിങ്ഡം ബാക്ടീരിയ. ഡൊമെയിൻ ആർക്കിയക്ക് അണ്ടറിൽ കിങ്ഡം ആർക്കിയ. ലാസ്റ്റ് ഡൊമെയിൻ യുക്കാരിയക്ക് അണ്ടറിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമാലിയ. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഓരോ കിങ്ഡത്തിന്റെയും പ്രത്യേകതകൾ പഠിക്കുക. അടുത്തതായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ കിങ്ഡവും അതിൽ വരുന്ന ജീവികളുടെ ഓർഗാനിസങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് പഠിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വയ്ക്കാം. ഇനി അടുത്തത് നമ്മുടെ അനിമൽ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ. നമുക്ക് അനിമൽ കിങ്ഡത്തെ 9 ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, പോറിഫെറ, നിഡേറിയ, പ്ലാറ്റിഹെൽമിന്തസ്, നെമാറ്റോഡ, അല്ലെ? ഇങ്ങനെ വരുന്ന 9 ഫൈലുണ്ട്. അപ്പൊ ഓരോ ഫൈലവും അതിന്റെ പ്രത്യേകതകൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പെക്യൂലിയാരിറ്റീസ്, അവരുടെ എക്സാമ്പിൾ പഠിക്കണം. പോറിഫെറ ആണെങ്കിൽ മെയിനായിട്ട് മെറൈൻ ആണ്. അവര് കൂടുതലായിട്ടും മെറൈൻ ആയിട്ട് കാണുന്നവര്, കടൽ വെള്ളത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതേപോലെ അവരുടെ ബോഡിയിൽ പോസ് ഉണ്ട്, ഒരുപാട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അത്തരം ജീവികളാണ് പോറിഫെറ, സ്പോഞ്ചുകളൊക്കെ. അപ്പൊ അതേപോലെ ഓരോ പെക്യൂലാരിറ്റീസ് പഠിക്കാം. പിന്നെ നെമാറ്റോഡ വരുന്നുണ്ട്, അവർക്ക് നിഡോബ്ലാസ്റ്റ് കാണുന്നുണ്ട്. അവര് പ്രേനെ പിടിക്കാൻ വേണ്ടി നിഡോബ്ലാസ്റ്റ് വെച്ചാണ് ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ നമുക്ക് തേർഡ് ഫൈലം നമ്മുടെ പ്ലാറ്റിഹെൽമിന്തസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള വേംസാ, പരന്ന വിരകള്. പിന്നെ നെമാറ്റോഡ, റൗണ്ട് വേംസ്, ഉരുണ്ട വിരകള്. പിന്നെന്താ, അനലിഡ, സെഗ്മെന്റേഷൻസ് കാണുന്നുണ്ട്, ഖണ്ഡങ്ങള് അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റും. 6ാമത് മൊളസ്ക, അവർക്ക് ഇതേപോലെ ഓരോ ഫൈലങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കേണ്ട 9 ഫൈലം അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകത. മൊളസ്ക ആണെങ്കിൽ അവർക്ക് കാൽക്കാരിയസ് ഷെല്ല് കാണാൻ പറ്റും. ഇനി കോഡാറ്റി ആണെങ്കിൽ അവർക്ക് നോട്ടോകോഡ്, വെർട്ടിബ്രൽ കോളം കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഇത്തരം ഓരോ ഫൈലവും അവയ്ക്ക് എക്സാമ്പിളും പെക്യൂലാരിറ്റിയും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞിനി നമ്മുടെ നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് നമ്മുടെ വെർട്ടിബ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വെർട്ടിബ്രേറ്റ്സിനെ 2 ആയി ഡിവൈഡ് ചെയ്യാം, പിസസും ടെട്രാപോഡും. അപ്പൊ പിസസ് ചിറകുകളുള്ള ജീവികള്, അതേപോലെ കാലുകളുള്ള ജീവികൾ ടെട്രാപോഡ്. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിസസും ടെട്രാപോഡിയും. ഇനി അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻ, പിസസിൽ നമ്മുടെ ചിറകുകളുള്ള കോൺട്രക്ടൈസ്, തരുണാസ്ഥി മത്സ്യങ്ങള്, അതേപോലെ ഓസ്റ്റിക് തൈസ്, അസ്ഥി മത്സ്യങ്ങൾ. ടെട്രാപോഡിൽ 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആംഫീബിയ, ഉഭയജീവികള്, റെപ്റ്റീലിയ, ഉരകങ്ങള്, ഏവ്സ്, പക്ഷികള്, മെമേലിയ, സസ്തനികള്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് ഇതേപോലെ തരും. വെർട്ടിബ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറയും. ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ട് അവിടെ ചില ഭാഗങ്ങൾ വിട്ട് കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം നിങ്ങൾ. ദെൻ നമ്മുടെ പ്ലാന്റ് കിങ്ഡം, നമ്മൾ ചെടികളിലേക്ക് വരുമ്പോൾ നമുക്ക് 5 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആൽഗകള്,
ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പെർമ്സ്, ആൻജിയോസ്പെർമ്സ്. ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഓരോന്നിന്റെയും പ്രത്യേകതകൾ എക്സാമ്പിൾ പഠിക്കാം. ഏറ്റവും സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആണ് ആൽഗകൾ. പിന്നീട് ബ്രയോഫൈറ്റ രൂപപ്പെടും. ബ്രയോഫൈറ്റ കുറച്ചുകൂടെ മോഡിഫൈഡ് ആണ് ടെറിഡോഫൈറ്റ. ഏറ്റവും നമ്മൾ കാണുന്ന വാസ്കുലർ ട്രീസ് ഒക്കെ, മേലുള്ള ട്രീസ് ഒക്കെ ജിംനോസ്പെർമ്സിലാണ് പെടുന്നത്. പിന്നെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ഒക്കെ ആൻജിയോസ്പെർമ്സ്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അവരുടെ പെക്യൂലിയാരിറ്റീസ്, എക്സാമ്പിൾ പഠിക്കാം. ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ എവല്യൂഷണറി ട്രീ പഠിക്കാം. പരിണാമ വൃക്ഷം പഠിക്കാം. നമുക്ക് നമ്മുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്, ഒരു ട്രീ സ്ട്രക്ചേഴ്സ് ആണ് ഈ പറഞ്ഞ എവല്യൂഷണറി ട്രീ. അപ്പൊ ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ തരും. ഇതേപോലെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്കറിയാം. എവല്യൂഷണറി ട്രീ വരയ്ക്കണമെങ്കിൽ കോമൺ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരേ ബ്രാഞ്ചിൽ കാണിക്കും. ഇപ്പൊ സ്കള്ള് ഈ പറഞ്ഞ എല്ലാ ജീവികൾക്കും ഒരേ ഫീച്ചറാണ്. ഇപ്പൊ ലങ് ഫിഷ് ആണെങ്കിലും വോളസാൾ ആണെങ്കിലും എല്ലാവർക്കും സ്കള്ളുണ്ട്. അപ്പൊ ആ ഒരു ബ്രാഞ്ചിൽ എല്ലാരും ഉൾപ്പെടുത്താം. കണ്ടല്ലോ, ഈ ബ്രാഞ്ചിൽ എല്ലാരും വരുന്നുണ്ട്. ഇനി ഫോർ ലിംസ് ലങ് ഫിഷിന് ഇല്ല, അതുകൊണ്ട് ലങ് ഫിഷിനെ ഉൾപ്പെടുത്തിയില്ല. കണ്ടോ, ബാക്കി 3 പേർക്കും ഫോർ ലിംസ് ഉണ്ട്. ഇനി ഹെയർ, ഫർ, ലാക്ടേഷൻ, ഇത് 3ഉം ഡോഗിനും മാനിനും. അപ്പൊ അതില് ആ ബ്രാഞ്ചിൽ ഇവർ 2 പേരെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് ഇതേപോലെ ഫീച്ചേഴ്സ് തരും, എന്നിട്ട് പറയും നമ്മുടെ അടുത്ത് എവല്യൂഷണറി ട്രീ വരയ്ക്കാൻ പറയും. അപ്പൊ നോക്കേണ്ടത്, നിങ്ങൾ കോമൺ ഫീച്ചേഴ്സ് കാണിക്കുന്ന ആൾക്കാരെ ഒരേ ബ്രാഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഇത് ഫസ്റ്റ് ബ്രാഞ്ച് ആണെങ്കിൽ ഇവിടെ ആ ഫീച്ചേഴ്സ് കാണിക്കുന്ന എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ബ്രാഞ്ച് ആവുമ്പോൾ ഈ ബ്രാഞ്ചിൽ ഈ ഫീച്ചേഴ്സ് കാണിക്കുന്ന മാത്രം ആൾക്കാരെ, അടുത്ത ബ്രാഞ്ചിൽ അടുത്ത ഫീച്ചേഴ്സ്, ഇങ്ങനെ നിങ്ങൾ വരയ്ക്കാം. ലാസ്റ്റ് DNA ബാർകോഡിങ്. നമുക്ക് നമ്മുടെ ഒരു ഡിഫറെന്റ് ഓർഗാനിസങ്ങളിൽ അവരുടെ DNA കണ്ടന്റ്, ജനറ്റിക് മെറ്റീരിയലായ DNA കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഓർഗാനിസങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ് DNA ബാർകോഡിങ്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ്. ഇതോടുകൂടെ നമ്മുടെ 6 ചാപ്റ്റേഴ്സിന്റെ റിവിഷനും അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ ആ ടോപ്പിക്സും ചോദിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങളുടെ ഭാഗത്താണ് നിങ്ങൾ ഇത്രയും പറഞ്ഞ പോർഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം നിങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാം.